ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു ചെറിയ ട്രിപ്പ് പോകുന്നതിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ. ഈ ബാംഗ്ലൂരിലെ ട്രാഫിക്കും അതുപോലെ ജോലിയുടെ സ്ട്രെസ്സൊക്കെ ആയിട്ട് എല്ലാവർക്കും എവിടെയെങ്കിലും ഒരു പച്ചപ്പും ഹരിതാപവും കാണാൻ വേണ്ടി പോകാൻ തോന്നും. അങ്ങനെ പോയതിൻ്റെ ഒരു ട്രിപ്പിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ ഇത്. നമ്മൾ പറയില്ലേ കുറേ പ്ലാൻ ചെയ്ത ട്രിപ്പുകളൊന്നും നടക്കാറില്ലെന്ന്, അതൊരു സത്യമല്ലേ. അങ്ങനെ ഞങ്ങളൊന്നും പ്ലാൻ ചെയ്യാതെ പെട്ടെന്ന് ഒരു അവധി കിട്ടിയപ്പോൾ പോയൊരു ട്രിപ്പാട്ടോ ഇത്. നമ്മുടെ കൂടെ ഫ്രണ്ട്സും ഉണ്ട്. ഞങ്ങളുടെ കൂടെ അവരല്ല കേട്ടോ, അവരുടെ കൂടെ ഞങ്ങളാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ അവരുടെ റൂമിലേക്ക് പോയിട്ട് അവിടെ നിന്നാണ് നമ്മൾ ഈ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിപ്പോൾ അവരുടെ ബിൽഡിംഗ് ആണ് കേട്ടോ, പ്രസ്റ്റീജ് ഫാൽക്കൺ സിറ്റി എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയില്ലേ, നല്ല അമ്യൂണിറ്റീസ് ഒക്കെ ഉള്ള നല്ല ബിൽഡിംഗ് ആണ് കേട്ടോ. നമ്മുടെ മെയിൻ ഡെസ്റ്റിനേഷൻ ഹൊഗനക്കൽ ഫോൾസ് ആണ്. എന്നാലും നമ്മൾ പോകുന്ന വഴിക്ക് തന്നെയാണ് ശ്രീ ശ്രീ രവിശങ്കറിൻ്റെ ആർട്ട് ഓഫ് ലിവിങ്. ബാംഗ്ലൂരിന് 28 കിലോമീറ്റർ മാറി ഉദിപാലിയ വില്ലേജിൻ്റെ അടുത്ത് പഞ്ചഗിരി ഹിൽസിലാണ് കേട്ടോ ഈ ആർട്ട് ഓഫ് ലിവിങ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മളവിടെ എത്തി കേട്ടോ. ഈ കവാടം കണ്ടില്ലേ, അതിൽ കുറേ കൊത്തുപണികളൊക്കെ ഉണ്ട്. അതിലൊക്കെ ഓരോ അർത്ഥങ്ങളുണ്ട്. മേളിൽ കാണുന്ന ലോട്ടസും സൈഡിൽ കാണുന്ന അരയനങ്ങളൊക്കെ നമുക്ക് അകത്തും കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് കയറുകയാണ്. ഇവിടെ എൻട്രി ചാർജസ് ഒന്നുമില്ല, പാർക്കിംഗ് ടിക്കറ്റിന് 20 രൂപ മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ കയറി പാർക്കിംഗ് ടിക്കറ്റ് എടുത്ത് പാർക്കിംഗ് അന്വേഷിച്ച് മുന്നിലേക്ക് പോവുകയാണ്. വലതുവശത്തായിട്ട് ബൈക്ക് പാർക്കിംഗ്, അതുപോലെ ചെറിയൊരു പാർക്കും ഉണ്ട്. ഇവിടെ കണ്ടില്ലേ, രണ്ട് സൈഡിലും നിറച്ച് മരങ്ങളാണ്. ഈ മരങ്ങളൊക്കെ ആയുർവേദിക് പ്ലാന്റ്സ് ആണ് കേട്ടോ. ഇതിൻ്റെ ഓരോന്നിൻ്റെ ഗുണങ്ങളും മെഡിസിനൽ വാല്യൂസൊക്കെ അതാത് മരത്തിൻ്റെ ഒക്കെ ചോട്ടിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ നമ്മൾ കാണുന്നത് കഫേ വിശാല എന്ന് പറഞ്ഞിട്ട് ഒരു കഫറ്റീരിയ ആണ്. അവിടെ ടേക്ക് അവേ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പോൾ കുറച്ചുകൂടെ നേരെ പോയി നോക്കാം. വേറെ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഇതിനകത്തുണ്ടെന്നാണ് നമ്മൾ കേൾക്കുന്നത്. ഇവിടെ റൈറ്റ് സൈഡിൽ കാണുന്നത് റിസപ്ഷനാണ്. റിസപ്ഷനിൽ എന്തോ റെനോവേഷൻ വർക്ക്സ് ഒക്കെ നടക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും പാർക്കിങ്ങിലേക്ക് പോയി നോക്കാം. ഇവിടെ നല്ല വിശാലമായ പാർക്കിംഗ് ഉണ്ട്. എപ്പോൾ വന്നാലും പാർക്കിങ്ങിനായിട്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല ഇവിടെ. ഈ കാണുന്നത് ഇവിടുത്തെ ഓപ്പൺ ആംഫി തിയേറ്റർ ആണ്. ഗുരുദേവ പാദുകം എന്നാണ് ഈ ആംഫി തിയേറ്ററിൻ്റെ പേര്. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. ഇതാണ് നമ്മൾ നേരത്തെ കണ്ട ശ്രീ ഗുരുദേവ പാദുക വനം എന്ന് പറയുന്ന ഓപ്പൺ ആയിട്ടുള്ള ആംഫി തിയേറ്റർ. ഒരേ സമയം 2 ലക്ഷം ആൾക്കാരെ വരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പൺ ആംഫി തിയേറ്റർ ആണിത്. ഈ നടുക്ക് കാണുന്നതാണ് സ്റ്റേജ്. എന്തെങ്കിലും സ്പെഷ്യൽ ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വെച്ചിട്ടായിരിക്കും അതൊക്കെ ഹോൾഡ് ചെയ്യുക. ഓപ്പോസിറ്റായിട്ട് കാണുന്നത് ശ്രീ വിശാലാക്ഷി മണ്ഡപമാണ്. അതിൻ്റെ മുന്നിൽ നമ്മൾ നേരത്തെ ബോർഡ് കണ്ട വിദ്യാമന്ദിറിൻ്റെ കൺസ്ട്രക്ഷൻസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ആംഫി തിയേറ്ററിൻ്റെ സ്റ്റേജിന് ചുറ്റും ഒരു പോണ്ടാണ്. അതിനകത്ത് കുറേ മീനുകളും ഉണ്ട്. കാം ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ വന്ന് കുറച്ച് നേരമൊക്കെ ഇരിക്കാനും നല്ലൊരു സ്ഥലമാണ്. എസ്പെഷ്യലി വൈകിട്ട് ഇവിടെ ഫെസ്റ്റിവൽസൊക്കെ നടക്കുമ്പോൾ അല്ലെങ്കിൽ ഫങ്ഷൻസൊക്കെ നടക്കുമ്പോഴത്തേക്കും ഫുള്ള് ലൈറ്റൊക്കെ ഇട്ടിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ട് ഭയങ്കര രസമാണ് ഇത് കാണാൻ. നമ്മളങ്ങനെ കുറച്ച് സമയമൊക്കെ ഇവിടെ എല്ലാവരും സ്പെൻഡ് ചെയ്തിട്ട് നമ്മളിനി നേരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ പിന്നെ കഫേ വിശാല എന്ന് തന്നെ പേരുള്ള അടുത്തൊരു റെസ്റ്റോറൻറ്റിലേക്ക് എത്തി. ഇവിടെ കുറച്ചുകൂടെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉള്ളൊരു സ്പേസാണ്. ഡ്രസ് വർക്കൊക്കെ ചെയ്തിട്ട് വാം ലൈറ്റ് ഒക്കെ കൊടുത്ത് നല്ലൊരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. ഇവിടുത്തെ മെനു കണ്ട് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. വലിയ മെനു ഒക്കെയാണ്, പക്ഷേ ഇതിൽ കുറേ സാധനങ്ങളൊന്നും ഇവിടെ അവൈലബിൾ അല്ല, ലിമിറ്റഡ് ഓപ്ഷൻസേ ഉള്ളൂ. അതുപോലെ ഇവിടെ എഗ്ലെസ് ആയിട്ട് ഹോൾ വീട്ടിൽ ബേക്ക് ചെയ്ത പേസ്ട്രീസ് ഒക്കെ അവൈലബിൾ ആണ്. ഇവിടെ സെൽഫ് സർവീസ് ആണ്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ എടുത്തു. ഇവർ പറയുന്നത് ഹെൽത്തി ആയിട്ടുള്ള വേദിക് വേയിലുള്ള ഫുഡ് പ്രിപ്പറേഷൻസ് ആണ് ഇവർ ചെയ്യുന്നതെന്നാണ്. പക്ഷെ നമുക്ക് കിട്ടിയ ഫുഡ് നല്ല തണുത്തിട്ടായിരുന്നു, അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല, നമുക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് വരുന്നവരാണെങ്കിൽ ഫുഡ് ഇവിടുന്ന് കഴിക്കണോ എന്നുള്ളത് ഒന്നുകൂടെ ചിന്തിച്ച് നോക്കണം. നമ്മളിനി അടുത്തത് വിശാലാക്ഷി മണ്ഡപത്തിലേക്ക് നടക്കുകയാണ് കേട്ടോ. ഈ റൈറ്റിൽ കാണുന്നത് മാധുര്യ, അതൊരു സുവനിയർ സ്റ്റോറാണ്. ഈ സ്റ്റോറ് നമ്മുടെ ഹെറിറ്റേജും പാരമ്പര്യവും ഒക്കെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റോറാണെന്നാണ് കേട്ടോ പറയുന്നത്. ഇവിടെ കുറേ അങ്ങനത്തെ ഹാൻഡ്ലൂം സിൽക്ക് സാരീസ്, ജ്വല്ലറീസ്, അതുപോലെ ഹെറിറ്റേജ് ഫേർണിച്ചർ, ഇങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ വിൽക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അടുത്തത് നമ്മൾ എത്തിയത് ഇവരുടെ എൻക്വയറി കൗണ്ടറിലേക്കാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കുറേ വീക്ക്ലി പ്രോഗ്രാംസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിനൊക്കെ ഇവിടെ മെയിൽസിനും ഫീമെയിൽസിനും സെപ്പറേറ്റ് ആയിട്ട് അക്കോമഡേഷൻ ഉണ്ട്. പിന്നെ നമ്മൾ എൻക്വയറി കയറിയപ്പോൾ അവർ പറഞ്ഞു ആ സൈഡിൽ കിടക്കുന്ന ബസ് കണ്ടോ, അതിൽ ഇവിടെ ടൂർ ഫ്രീ ആയിട്ടുണ്ട്. വീക്കെൻഡ്സിൽ ഈ ഫെസിലിറ്റി അവൈലബിൾ ആണ്. അടുത്തത് നമ്മളിപ്പോൾ കയറാൻ പോകുന്നത് ആർട്ട് ഓഫ് ലിവിങ് സെൻറ്ററിലെ മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ള ശ്രീ വിശാലാക്ഷി മണ്ഡപത്തിലേക്കാണ്. ശ്രീ ശ്രീ രവിശങ്കർ അദ്ദേഹത്തിൻ്റെ അമ്മയുടെ പേരാണ് ഈ മണ്ഡപത്തിന് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പേരിടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഒരു മോട്ടോ എന്ന് പറഞ്ഞാൽ വരുന്ന ആളുകളെല്ലാം ഇവരുടെ സ്ട്രെസ്സ് കൊണ്ട് ഇവിടെ ഇറക്കി വെച്ചിട്ട് നല്ല സന്തോഷമായിട്ട് തിരിച്ചു പോകണം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഇങ്ങനത്തെ പേരൊക്കെ ഇട്ടിരിക്കുന്നത് കേട്ടോ. ഈ ബിൽഡിങ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കൺസ്ട്രക്ഷനാണ്. 1008 താമര ഇതളുകൾ പോലെയാണ് ഇത് ഈ ബിൽഡിങ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം വൈറ്റ് മാർബിളിൽ ചെയ്തിരിക്കുന്ന ഒരു അടിപൊളി ബിൽഡിംഗ് ആണ്.
പിന്നെ വേദിക് ആർക്കിടെക്ചറാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്തോട്ട് കയറുമ്പോൾ തന്നെ നമുക്കൊരു കാമിങ് ഫീലൊക്കെ ഉണ്ട് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. ഇതിൽ കുറേ പേര് മെഡിറ്റേറ്റീവ് മൂഡിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് ഇവരുടെ എന്തോ ഒരു പ്രോഗ്രാം ഇവിടെ ലൈവായിട്ട് ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. ഈവനിങ് ഒക്കെ ആകുമ്പോഴത്തേക്കും ഇവിടെ ഒരു സത്സംഗ് എന്ന് പറയുന്ന പ്രോഗ്രാം നടക്കാറുണ്ട്. സത്സംഗ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഡിവോഷണൽ ആയിട്ടുള്ള സോങ്സ് പ്ലേ ചെയ്തിട്ട് എല്ലാവരും ഡാൻസ് കളിക്കുന്ന പോലത്തെ ഒരു പ്രോഗ്രാമാണ്. അതിവിടെ വൈകുന്നേരങ്ങളിൽ ഈ ഹാളിൽ വെച്ചിട്ടാണ് നടക്കാറുള്ളത്. അതുപോലെ ഈ വീക്ക്ലി പ്രോഗ്രാംസിനൊക്കെ ജോയിൻ ചെയ്യുന്നവർക്ക് ഇവിടെ വെച്ചിട്ടായിരിക്കും യോഗ പ്രാക്ടീസും ക്ലാസ്സസും ഒക്കെ ഉണ്ടാവുക. നമ്മളങ്ങനെ ഈ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങി വന്നു. ഓപ്പോസിറ്റ് ഇനിയും ഒരു ആംഫി തിയേറ്റർ ഉണ്ട്. ഇതൊരു 65 ഏക്കറിൽ പരന്ന് കിടക്കുന്ന സ്ഥലമാണ് ഈ ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ ഈ കോമ്പൗണ്ട് ഫുള്ള്. നമുക്ക് ഫുള്ള് ചുറ്റിക്കാണാൻ ഇന്ന് സമയമില്ല, കാരണം നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ, നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഡെസ്റ്റിനേഷൻ ഹൊഗനക്കൽ ഫോൾസ് ആണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാൻ വേണ്ടി തിരിച്ചിറങ്ങുവാണ് കേട്ടോ. സൈഡിലൊക്കെ നോക്കിയാൽ പിന്നെ കാണാം പലതരത്തിലുള്ള FMCG പ്രൊഡക്ട്സും അതുപോലെ തന്നെ ആയുർവേദിക് പ്രൊഡക്ട്സും ഒക്കെ വിൽക്കുന്ന ഒരുപാട് കടകളുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് ചെറിയൊരു അമ്പലമുണ്ട്, ഗോശാലയുണ്ട്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇതൊരു ഫുൾ ഡേ എടുത്ത് അല്ലെങ്കിൽ ആ ഒരു ടൂർ എടുത്തിട്ടൊക്കെ കാണാനുള്ള സ്ഥലമുണ്ട്. പക്ഷെ നമ്മളിപ്പം പോവുകയാണ് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക്. നമ്മുടെ മെയിൻ ഡെസ്റ്റിനേഷൻ ഹൊഗനക്കൽ ഫോൾസ് ആയിരുന്നല്ലോ. ഞങ്ങൾ ഇതിനെപ്പറ്റി മിക്സ്ഡ് റിവ്യൂസ് ആയിരുന്നു കേട്ടിരുന്നത്. അടിപൊളിയായിട്ടും കേട്ടിട്ടുണ്ട്, അത്ര നല്ലതല്ല, വിസിറ്റ് ചെയ്യേണ്ട എന്നുള്ള പോലത്തെ റിവ്യൂവും കേട്ടിട്ടുണ്ട്. പക്ഷേ ഞങ്ങളുടെ എക്സ്പീരിയൻസ് അറിയണമെങ്കിൽ അടുത്ത വീഡിയോ എന്തായാലും കാണണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.